ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള AIDF-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റും മുതൽ AISF-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റും ഉൾപ്പെടെ 60 ദിവസം ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ യുവത്വത്തിന്റെയും വിദ്യാർത്ഥി ധാരണയുടെയും തേരോട്ടത്തിനാണ് AIDF-ന്റെയും AISF-ന്റെയും നേതൃത്വത്തിലുള്ള ഈ ലോങ് മാർച്ച് തുടക്കം കുറിച്ചു. ഞാൻ ഒരു വിശദമായ പ്രസംഗത്തിന് പോകുന്നു. ഈ ജാഥ ആരംഭിച്ചത് 3 മഹാസമുദ്രങ്ങൾ ഒത്തുചേരുന്ന കന്യാകുമാരിയിൽ 3 മഹാസമുദ്രങ്ങൾ ഒത്തുചേരുന്ന കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് 60 ദിവസക്കാലം ഇന്ത്യയുടെ ഹൃദയഭൂമികളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ യുവതയുടെ പ്രതിഷേധത്തിന്റെ ഒരു സമുദ്രാവേശത്തെ മനസ്സിലാവാഹിച്ചുകൊണ്ട് ഈ ജാഥ എത്തിച്ചേരാൻ പോകുന്നത് 3 ധീരരക്തസാക്ഷികളെ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് പട്ടാളം അടക്കം ചെയ്ത പഞ്ചാബിലെ ഹുസൈൻ വാലിയിലേക്കാണ് ഭഗത് സിംഗിന്റെയും രാജഗുരുവിന്റെയും സുഖദേവന്റെയും ഓർമ്മകൾ നിലനിൽക്കുന്ന കാലത്ത്. പ്രിയപ്പെട്ടവരെ, 3 മഹാസമുദ്രങ്ങൾ ഒത്തുചേർന്ന കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു. ആ മഹാസമുദ്രങ്ങളുടെ ആവേശത്തെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ എത്തിച്ചു. 60 ദിവസം കഴിഞ്ഞ് 3 രക്തസാക്ഷികളുടെ മണ്ണിൽ ജാലകെത്തിച്ചേരുമ്പോൾ AIDF-ഉം പ്രഖ്യാപിക്കും നരാധമനായ മോദിയുടെ ധിക്കാരത്തിന്റെ തെറ്റുപെട്ട് വഹിക്കാൻ ഞങ്ങൾ ഭഗത് സിംഗുമാർ, രാജഗുരുമാർ, സുഖദേവന്മാർ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അഭിമാനമൊന്നും AIDF-ന് വേണ്ടി പറയട്ടെ. അങ്ങനെ പ്രഖ്യാപിക്കാൻ, അങ്ങനെ മുന്നേറ്റം നടത്താൻ 60 ദിവസം ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിപ്ലവ യുവജന പ്രസ്ഥാനത്തിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും കഴിയുമെങ്കിൽ സുഖാക്കളെ അത് AIDF-ന് ഈ ജാഥ സുഖശീലമായ വഴികളിലൂടെ അനുസരിക്കുന്നു. ഈ ജാഥ ചുവന്ന പ്രകടനത്തിലൂടെ എന്നെ യാത്ര ചെയ്യുന്നു. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ദുരിതങ്ങൾക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നേതാവായിരുന്ന കനയ്യകുമാരിയുടെ പരസ്യങ്ങളെ പ്രകടിച്ചു സംഘപരിവാരത്തിന്റെ കഴിവ് ഞങ്ങളുടെ നേരെ ഉണ്ടാകുമേ. പക്ഷേ സഖാക്കളെ ഞങ്ങൾ ഒരിക്കലും പതറുന്നില്ല. കാരണം ഞങ്ങൾ ഭഗത് സിംഗിന്റെ നേരവകാശികളാണ് രാജ്യത്ത്. ഏത് പട്ടാളവും ഏത് സംഘവും നേരിട്ടാലും 60 ദിവസം കല്ലും കുളവും നിറഞ്ഞ ഇന്ത്യയുടെ വീടുകളിലൂടെ സഞ്ചരിച്ച് ഭഗത് സിംഗിന്റെ നാട്ടിലേക്ക് ഇന്ത്യയെ മാറ്റാൻ രക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തെ എത്തിക്കുന്നവരെ ചെയ്യും. നമ്മുടെ നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ജാഥയെ വരവേൽക്കാൻ വഴിയൊരുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. 4 ദിവസം ഞങ്ങൾ കേരളത്തിലെ യുവജന വിദ്യാർത്ഥികളെക്കാൾ പോലും അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെടുത്തുകയായിരുന്നു. കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ഒരു ജാഥയായി 4 ദിവസങ്ങളിലൂടെ ഈ ജാഥ കിടന്നുപോയി. ഈ ജാഥയെ ഉജ്ജ്വലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന്റെ ഒരു സംഘടനകൾക്കും AIDF ദേശീയ തലത്തിലുള്ള അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വീകരണം ആരംഭിക്കുന്നതിന് മുമ്പായി ദേശീയ സെക്രട്ടറി At first, I would like to give you the greetings to all of you, those people who came from here and there, and I would like to give my revolutionary greetings to all leaders, those who are on the dais, and
our colleague, those who are started their journey from Kanyakumari on July 15th. I would like to our colleagues revolutionary greetings, particularly especially. तो हम जो बोलने चाहते हैं कि आज का ये जो लॉन्ग मार्च ये पे यहाँ पे आके प्रोटेस्ट की, ये लॉन्ग मार्च आज कई महीनों से देश का कोने कोने पे हम लोग का जो मूवमेंट है इसको छेड़ने के लिए, हम लोग का आवाज को बुलंद करने के लिए, देश के अंदर में क्या हो रहा है इसका ऊपर जरा जिक्र करने के लिए हम लोग ने सिद्धांत किया था AIY से मिलकर के कि पूरा दुनिया का, सारे हिंदुस्तान का जितना आदमी है, आम आदमी, किसान, खेतिहर मजदूर, महिला, छात्र, युवा, सभी का पास हम लोग जाएंगे और देश का अंदर ये गुंडागर्दी करने वाला, मोदी का नेतृत्व में चलने वाला ये सरकार जो आज का दिन में हिटलरी राज अपना कायम करने के लिए कोशिश किया जा रहा है, अगर कदापि उसको मान्यता नहीं दिया जाए, उसको सत्ता से कैसे उसको दोबारा नहीं लाया, तो ये दुनिया का हमारा हिंदुस्तान का जनता, इसलिए हमारा ये मांग, कई सूत्री मांग को लेकर के मैं 15 जुलाई से हमारा ये लॉन्ग मार्च को हम लोग शुरू किए, जो कि हुसैनी वाला पंजाब में हमारा जो भगत सिंह, राजदेव, ये सुखदेव का जो मार्टियर प्लेस है वहां पे जाके खत्म होगी। हमारा मांग क्या है, हम क्या चाहते हैं? अरे मोदी जी का नेतृत्व वाला ये सरकार सत्ता में आने का पहले इनका क्या चाहत था, इन्होंने क्या ऐलान किया था? हम लोग का ऑल इंडिया यूथ फेडरेशन का एक मामूली जैसे कॉमरेड होने का नाते हम लोग ने क्या उसमें तो उस टाइम मोदी जी ने अपना कहा था उस टाइम ये पूरा हिंदुस्तान में जितना नौजवान है बेकार है, वो बेकार नौजवान बेकार नहीं रहेगा, सबका विकास के लिए, सबका रोजाना इनकम के लिए, उसको अपना परिवार को चलाने के लिए एक सबको नौकरी दिया जाएगा। कितना नौकरी देगा? सालाना 2 करोड़ नौकरी ये हिंदुस्तान का नौजवानों को दिया जाएगा। आज नतीजा हम लोग क्या देख रहे हैं, 3 साल का ऊपर पार हो चुका है। आज हमें ये रिपोर्ट हमारा पास है, वो रिपोर्ट है 1,35,000 नौकरी आज तक ले मिला, वो सारे हिंदुस्तान में 2 करोड़ का जो ये कमिटमेंट था मोदी जी का, ये कहाँ गया? आज बीजेपी को जवाबदेही करना होगा। कहाँ आज मोदी जी क्यों नहीं बोल रहे कि 2 करोड़ का जो ऐलान किया था अब क्यों नहीं कर पाए, क्यों नहीं इसको भरपाई कर पाए? आपको जवाबदेही करना चाहिए। इसलिए आम तमाम साथियों जो उपस्थित है, मैं उनसे कहने का मतलब यही है कि जब जहाँ पे बीजेपी को देखना उस जगह पे उसको रोक के बताना कि कहाँ गया आपका प्रधानमंत्री का वो ऐलान, प्रधानमंत्री का वो कमिटमेंट। हमारा सारा हिंदुस्तान का जो बेकार नौजवान है, जिसका काम नहीं है, जिसका कोई रोजगार का गारंटी नहीं है, तो प्रधानमंत्री इसका जवाब दे। हमें मांग किया भगत सिंह नेशनल एम्प्लॉयमेंट गारंटी एक्ट ये सरकार को लागू करना है, ताकि वो एक्ट का द्वारा सभी नौजवान बेकारों को नौकरी मिले। वो कई फेजों है, वो फेज का द्वारा उसको इम्प्लीमेंट किया जाए और इम्प्लीमेंट के द्वारा हमारा हिंदुस्तान का नौजवान को बेकार को कुछ रोजगार मिले। जैसे हम लोग किया था महात्मा गांधी नेशनल रूरल एम्प्लॉयमेंट गारंटी है, हम लोग उस टाइम ऑल इंडिया यूथ फेडरेशन, ऑल इंडिया जो तौर पे जो संगठन है वो सब मिलकर हम लोग कोशिश किया था उस टाइम, ताकि हर गांव में, हर शहर में
और जिले में हमारा महात्मा गांधी नेशनल रूरल एम्प्लॉयमेंट गारंटी स्कीम चालू हो, ताकि वो खेतिहर मजदूर जिसको काम नहीं मिलता है, किसान जिसको फांसी का फंदा पर चढ़ाया जाता है, वो आदमी को काम मिले। इसलिए महात्मा गांधी नेशनल रूरल एम्प्लॉयमेंट गारंटी स्कीम हम लोग दबाव दे करके उस टाइम यूपीए 1 सरकार से चालू किया था। अभी हमें ये मांग है भगत सिंह, इसको माने का हम लोग कहते हैं, इसको इम्प्लीमेंट करने के लिए हम लोग मांग किए हैं। ये जो देश के अंदर धर्म का नाम पे, देश के अंदर जातिवाद का नाम पे आज जो आदमी का जो हिंसा किया जा रहा है, आज देश को जो टुकड़ा टुकड़ा करने का साजिश ये मोदी जी ने कर रहा है, कदम यहाँ करने के लिए तैयार नहीं है। इसलिए हमारा मांग है कि ये हमारा देश का अंदर में जो अभी भी हम लोग का आजादी नहीं मिला, वो आजादी हमें चाहिए। इसलिए हमारा जो मूल बुनियाद के लिए मूल बुनियाद स्लोगन है, सेव इंडिया चेंज इंडिया। भारत को रक्षा करो, भारत को बदलो। अगर ये भारत को रक्षा करना है तो ये भारत को बदलनी है। अगर ये भारत को बदलनी है तो आम जनता को उसमें जागरूक बनाने के लिए AIYF आज सड़क पर उतरा है। इसलिए साथी, मैं अपनी बात को आगे नहीं बढ़ाते हुए ये बोलना चाहते हैं, आज जो RSS जो इसको चलाते हैं बीजेपी को, इसका बैंगलोर में इसका जो हेड ऑफिस है, ये लोग बहुत देशभक्ति के बारे में बोलता है, देश को अपना माता को जानते हैं। तो क्यों जो हमारा 15 अगस्त आजादी का दिन है, इंडिपेंडेंस डे है, उस दिन क्यों नहीं बैंगलोर में वो हमारा तिरंगा झंडा फहराया नहीं जाता है? RSS को जवाब देना पड़ेगा। बीजेपी का नेतृत्व में चलने वाला ये सरकार को भी जवाब देना है। क्यों वो RSS का जो ऑफिस है, दफ्तर है, उसमें क्यों नहीं तिरंगा झंडा फहराया है? और एक देश का वो चाहते हैं, फिर देश का ये कॉर्पोरेट सेक्टर का हाउस का ये जो दादागिरी, ये मोदी जी को नेतृत्व पे चलने वाला, RSS का इशारा पे चलने वाला ये सरकार चाहते हैं कि गरीब और गरीब हो जाए, आदमी मरे और ऊंचा वाला आदमी और जो जमींदार जो है, जो आमी है, वो और आमी होते चले। इसलिए साथी, हम इसको मानने के लिए तैयार नहीं है। हमें जो आंदोलन के लिए हम लोग का ये आप लोग का सामने उपस्थित हुए, आप लोग का एक हम लोग का रिक्वेस्ट है कि आज केरला में जैसे आप लोग आवाज को बुलंद किए, हम लोग को जैसे इंस्पायर्ड हम लोग हुए, आप लोग का द्वारा जो इंस्पिरेशन हम लोग हुए, इसका आगे बढ़ाते हुए हमें कन्याकुमारी से ये जो हुसैनी वाला तक जाना है, सब हिंदुस्तानियों को हम लोग को जागरूकता लाना है। जरूर हम लोग सीखेंगे, आंदोलन को छेड़ेंगे और देशवासियों के लिए ये जो मुद्दा है, ये मुद्दा जरूर कामयाब रूप में आएगा। इन्हीं चंद बातों का साथ सबको क्रांतिकारी अभिनंदन देते हुए अपना बात को विराम देते हैं। जिंदाबाद, AIYF जिंदाबाद, AISF जिंदाबाद। ജാഥാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് AISFന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വിനിൽ സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ആനന്ദ് രാജേന്ദ്രൻ, വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുതിർന്ന വിദ്യാർത്ഥി അപേക്ഷകളുടെയും പ്രിയങ്കരായ നേതാക്കളെ, പ്രമുഖരായ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരെ, പ്രിയമുള്ള സഖാക്കളെ, യോഗം ശ്രമിക്കുന്ന മകനായ AIYFിന്റെയും AISFിന്റെയും നേതൃത്വത്തിൽ 52 നാൾ നീണ്ടു നിൽക്കുന്ന ലോങ് മാർച്ച് ജൂലൈ മാസം 15-ാം തീയതി കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ചു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ മാർച്ച് മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും
AIYF-ന്റെയും AISF-ന്റെയും നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ഈ ജാഥ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന എല്ലാ വ്യവസ്ഥകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് പ്രവർത്തകർക്കെതിരെ ശക്തിയായ പോരാട്ടങ്ങൾ ഈ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിൽ ഒരു വലിയ ബഹുജന മുന്നേറ്റമായി മാറുന്ന തരത്തിലാണ് ഇതിന്റെ പര്യാപ്ത ദിവസം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ കണ്ടത്. എന്നിൽ അത്ഭുതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ അധികം സംഭാഷണമില്ലാതെ നടത്തിയ 22 നേതാക്കളാണ് ഈ ജാഥ നയിക്കുന്നത്. AIYF-ന്റെയും AISF-ന്റെയും അഖിലേന്ത്യാ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും സഹഭാരവാഹികളും അടക്കമുള്ള നേതാക്കളാണ് ഈ ജാഥ നയിക്കുന്നത്. AIYF-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തമിഴ്നാട്ടിൽ നിന്നുള്ള സഹവാർത്തകൾ നിരവധിയായ കാലാവസ്ഥക്കെതിരായ പോരാട്ടങ്ങൾ തമിഴ്നാട്ടിൽ വലിയ ബഹുജന മുന്നേറ്റമായ പോരാട്ടങ്ങൾ നടത്തിയിറക്കുകയും ദീർഘകാലം ജൈവാസം അനുഭവിക്കുകയും ചെയ്ത സഹവാർത്തകളുടെയാണ് നിരവധിയായ പോരാട്ടങ്ങളിലൂടെ നടന്ന് AIYF-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രണ്ടാം തവണയും അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ സഹാവാണ് ഈ ജാഥയുടെ നായകൻ ഗൗരൻ സഹവാർത്തകളെ ഈ ജാഥയുടെ സ്വീകരണത്തിനായിരിക്കുന്ന ഇന്ത്യയിലെ യുവാക്കൾക്ക് സമൂഹത്തിന് ആവേശകരമാകുന്ന രക്തചൊത്ത് ഈ രാജ്യത്തിന് സമ്മാനം ചെയ്ത AISF-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹ വിശ്വജിത് കുമാറാണ് ഈ ജാഥയെ നയിക്കുന്ന മക്കളിൽ നിന്ന്. ഈ ജാഥയെ സ്വീകരിക്കാൻ ഏറ്റവും മുമ്പിൽ ഏറെ ആദരവോടും സഹ വിശ്വജിത് കുമാറിനെ ഞാൻ പരിചയപ്പെടുത്തുക. സാറ് അഫ്താബ് ആലഖാൻ AIYF-ന്റെ ദേശീയ പ്രസിഡന്റാണ്. ദീർഘകാലമായി ജാർഖണ്ഡിലെ ജില്ലാ പഞ്ചായത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ ജാഥയെ മുന്നോട്ട് പോവുകയാണ്. സയ്യദ് വലിയുള്ള ഖാജി AISF-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. സഖാവ് തെലങ്കാനയുടെ പഞ്ചാബിന്റെ വീരഭദ്രൻ സഖാവ് വിക്കി മഹേശ്വരിയാണ് AISF-ന്റെ ദേശീയ സെക്രട്ടറി. ദീർഘകാലം കേരളത്തിലെ AIYF-ന്റെയും AISF-ന്റെയും പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നിയമസഭാ സാമാജിക ഒരാളെ മാറിയിട്ടുള്ള സഖാവ് കെ രാജനെയാണ് ഈ ജാഥയിലെ നായകൻ. മലയാളിയാണ്,
അതുപോലെ തന്നെ വിദ്യാർത്ഥി പോരാട്ടങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ദീർഘകാലമായി പോരാടുകയും ചെയ്യുന്ന സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിന് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നു. ആ ജില്ലയിലെ ഈ കേരളത്തിലെ നിയമസഭാ സാമാജികനും ഏറ്റവും പ്രായമുള്ള പ്രതിനിധിയുമായ സഹാബ് മുഹമ്മദ് മുഹ്സിൻ MLA ഈ സമ്മേളനത്തിനകത്ത് ഇവിടെ ആദ്യമായി സംസാരിക്കുന്നതിനായി വടരാജ്യത്തിലെ ASFന്റെ നേതാവ് വടരാജ്യത്തെ ക്ഷണിക്കുന്നു. അത് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി രാജ്യങ്ങളും പകുതി കേരളവും പകുതി തമിഴ്നാടും തമ്മിൽ ചേരുമ്പോൾ പൂർണ്ണ ഇന്ത്യയുടെ പ്രതിനിധിയായി വടരാജ്യങ്ങളുടെ സംസാരിക്കും. അതിനെ ക്ഷണിക്കുക. Friends and comrades and leaders of the Communist Party of India, the All India Students Federation and the All India Youth Federation, friends and comrades gathered in the audience, I extend my revolutionary greetings to all of you in the very beginning. Comrades, the comrade introduced me as the daughter of so-and-so secretariat member, so-and-so executive committee member. But I rather think that my identity primarily remains that of an AIS starter. And it is the AIS which has taught each and every one of us over here why it is important that we ask questions. Today, all of us are part of a long march led by the All India Students Federation and the All India Youth Federation. The slogan of this long march remains, Save India and Change India. Why are we raising this slogan? Why is the slogan of Save India and Change India so important in this present context? We are all well aware the kind of political climate we are living in. With the advent of the RSS-backed Narendra Modi government, we have seen how it has become difficult for the common people to live. It is a government which is completely worthless and completely useless to the toiling masses of this country. It is a government which has not been able to provide basic necessities and fundamental rights of people in this country. Time and again, we have seen our fundamental rights being violated blatantly. Since I belong to a students' organization, and I can very proudly say that I belong to the oldest students' organization in this country, the All India Students Federation, which was founded in the year 1936. There are certain things that I have learned. How the education sector is under dire attack after this Modi government. We are all students. A lot of us are students over here. Let us all check what is the budget allocation for education, national budget allocation in education. It is less than 1%. India being a young country with a large youth population, student and youth population, it has a meager 1% of the
fundamental right that each of us hold. And it is precisely this that Narendra Modi and his company, which includes Arun Jaitley, Smriti Irani and Amit Shah, are trying to destabilize. Now, the new camp member in Modi and company is Yogi Ji. What the Yogi Ji has done is when he presented the state budget of Uttar Pradesh, there is a 97% cut reduction in the education fund. So clearly, what is being intended is all of us should be uneducated and completely devoid of any sense and any rationality. And therefore, and through that, the Hindutva fascist agenda has to be implemented in this country. Time and again we have seen how education has been attempted to be changed into a commodity, into a marketable commodity, which can be bought and sold as a luxury product. I do not have Adani as my last name. I do not have an Ambani as my last name. I do not have Tata, Birla, and any of those fancy names attached to my name. And I am sure most of us here do not have those credentials. And therefore, what the government today is telling us, that you are not entitled to have an education. You are not entitled to have decent health care. You are not entitled to have decent, nutritious food. And that's what Narendra Modi does, is come to Kerala and equate Kerala with Somalia. Very intelligent. Coming to a state which is the highest literacy state of the country, he equates Kerala to Somalia. That is the level of intelligence that the leaders of this country today have. The government, the leader of the government has. It is a very, as I said in the beginning, it is a very dark situation. Politically, we are seeing how the entire Sangha Parivar is trying to implement its intention and its political project of a Hindu Rashtra. A Hindu Rashtra which is based on communal hatred, which is based on surveillance, which is based on dictatorship, on fascism, on Brahmanism. This is the fascist agenda. And we've seen time and again how things are being tried to be pushed. May it be the beef ban, or may it be saying that women should not be having mobile phones or eating chow mein for that, noodles for that matter. And here it becomes important that, again, India being a young country with a large population of youngsters, start asking questions. Start asking questions that are difficult and hard. And start asking these questions to the face of the government. Who the hell are you to deny my fundamental right? My fundamental right to liberty, my fundamental right to equality, my fundamental right to dignity, to a dignified life. Baba Saheb Ambedkar, who wrote the Indian Constitution, has given these fundamental rights to each and every citizen of this country, irrespective of their gender, of their caste, of their age, irrespective of any social stratification. That is the strength and the beauty of the Indian Constitution. It is this that defined and symbolized India. It is what we all thought we belonged to. This was the sense of India that we all grew up. That it is a democratic place, that it is a safe place, that it is an equal place, and that it is a secular place. And which we wanted to make even better. But with Narendra Modi and people like him at the helm of things, it is what is being equated with India is the Hindu Rashtra. Hindu, Hindi, Hindustani. The Hindu Rashtra becomes India. And it is very scary. And therefore, this long march by the AISF and the AIYF with the slogan of Save India and Change India becomes utmost important. This is a necessity of the time that we have to
the country. We have to save the people within the country. And it is here that the responsibility of Communist Party and of the All India Students Federations and the Youth Federation is at the forefront. And I am sure that both our mass organizations will be at the forefront of fighting this struggle and taking forward this idea of a better India, of a more democratic India. Thank you. Inqilab Zindabad. Srikanathan Mori, AAVF Indian General Secretary, Sir Pirumale, the Samara Kaneva Ji, பிரியமுள்ள சகாக்களே, நண்பர்களே, தோழர்களே, இந்த கூட்டம் மிகப்பெரிய எழுச்சியோடு கேரளா முழுவதும் இந்த பிரச்சார பயணத்திற்கு எழுச்சியான வரவேற்பு கொடுத்திருக்கிறீர்கள். முதலில் உங்களுக்கு நாளை நன்றி தெரிவித்துக் கொள்கிறோம். இந்த புரட்சிகரமான வளர்வு இந்தியாவுடைய அரசியல் பாரம்பரியத்தை உயர்த்தி பிடிக்கிற இந்த கேரளத்துடைய வாழ்வை இந்தியா முழுவதும் நாங்கள் கொண்டு செல்வோம் என்பதை நான் உங்களுக்கு உறுதியளிக்கிறேன். இந்தியாவிலேயே மிகப்பெரிய ஒரு அரசியல் புரட்சிகரமான உணர்வு மேலோங்கி இருக்கக்கூடிய ஒரு சமூகமாக இந்த கேரளம் இருக்கிறது. அதை நாங்கள் உணர்ந்திருக்கிறோம். இந்த எழுச்சியை தமிழ்நாட்டிலே, புதுச்சேரியிலே, கர்நாடகாவிலே, இன்னும் இருக்கக்கூடிய ஆந்திரா, தெலுங்கானா, மகாராஷ்டிராவிலே, இன்னும் இருக்கக்கூடிய வடக்கு மாநிலங்களிலே உருவாக்கி இந்தியாவிலே ஒரு புரட்சியை ஏற்படுத்த வேண்டும். அதனுடைய முதல் ஜனநாயக புரட்சியாக எல்லோருக்கும் வேலை, எல்லோருக்கும் கல்வி, எல்லோருக்கும் மருத்துவம், எல்லோருக்கும் சம வாய்ப்பு, இதை வழங்குவதற்கான ஒரு அடிப்படையை உருவாக்க வேண்டும். அதற்கு அரசியல் ஜனநாயகம் தேவை. அந்த அரசியல் ஜனநாயகத்திற்கு தேர்தல் சீர்திருத்தம், எலக்டரல் ரிஃபார்ம் தேவை. அதே போல சமூக ஜனநாயகத்தை நிலைநாட்டுவதற்கு சோசியல் ஜஸ்டிஸ் தேவை, ரிசர்வேஷன் தேவை, பிரைவேட் செக்டரிலும் ரிசர்வேஷன் தேவை. அதே போல மலேரியா தேவை, மகத்தின் நேஷனல் எம்ப்ளாய்மெண்ட் கேரண்டி ஆக்ட் தேவை. அதே போல எல்லோருக்கும் கல்வி வழங்கக்கூடிய ஒரு கல்வியை எல்லோருக்கும் தேவை. இதுதான் இந்தியாவில் நடக்கக்கூடிய தலித்துகள், டிரைபர்கள், முஸ்லிம்கள் இவர்கள் மீது இருக்கக்கூடிய தாக்குதல்களை உடனடியாக தடுத்து நிறுத்த வேண்டும். அதற்கு ஏஐஎஃப்பும் ஏஐஎஸ்எஃப்பும் எல்லா இடதுசாரி ஜனநாயக செக்குலர் மாணவ இளைஞர்களை ஒன்றிணைத்தி போராடுவோம். நரேந்திர மோடியை தூக்கி எறிவோம். RSS-ஐ தோற்கடிப்போம். இந்தியாவை கேரளாவை போல மாற்றியமைப்போம். அதற்காக சமரம் இருப்போம். நன்றி. எழுச்சி மிகுந்த வரவேற்பு கொடுத்த உங்களுக்கு நன்றி, நன்றி, நன்றி. அடுத்தது சீரான வழிபாடுகளான எல்லா